എന്നാലും ഞാൻ അറിയാതെ എപ്പോഴോ മനസ്സൊന്ന് കൈവിട്ടു പോയി, തെറ്റിദ്ധരിച്ചു പോയി. അത് സാരമില്ല എടുത്തേ. തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് അശോകന്റെ ഗതിയാ. എടുത്ത കാര്യം പറ. അഭിയേട്ടനിപ്പോ എങ്ങനെയുണ്ട്? നല്ല മാറ്റം ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങിയെന്ന്. എനിക്കറിയാം അഭിയേട്ടന്റെ ഈ മാറ്റത്തിന് കാരണം അശോകനാ. ഏത് അബോധാവസ്ഥയിലും അശോകനോടുള്ള പക അഭിയേട്ടൻ ഉപേക്ഷിക്കില്ല. ഈ സാന്നിധ്യം അഭിയേട്ടൻ ഉള്ളാലെ തിരിച്ചറിഞ്ഞു. അതിന്റെ റിയാക്ഷനാ ആ മിറാക്കിൾ. സന്തോഷം. ശത്രുവായിട്ടാണെങ്കിലും എന്റെ ഏട്ടനെ ഞാൻ ഉപകരിച്ചല്ലോ. മതി, എനിക്കത് മതി. അശോക, മാഡം, ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ ഹസ്ബൻഡിനെ കയറി കാണാമെന്ന്. ചെല്ലു. അഭിയേട്ട, ഒന്ന് കണ്ണു തുറന്ന് എന്നെ നോക്ക് അഭിയേട്ട. ഞാനാ ഇത് സംയുക്ത. അശോകന അഭിയേട്ടന്റെ ജീവൻ തിരിച്ചു തന്നത്. അശോകനെ കണ്ടപ്പോഴാ അഭിയേട്ടൻ ഉണർന്നെന്ന് ഡോക്ടർ പറഞ്ഞത്. അശോകൻ പാവോ അഭിയേട്ട. അഭിയേട്ടന് വേണ്ടി ആ മനുഷ്യൻ എന്തെല്ലാം സഹിച്ചെന്നോ. സത്യം അറിയാതെ പോലീസ് വരെ പിടിച്ചോണ്ടുപോയി തല്ലി. ഓളും ഉറക്കം കളഞ്ഞ് ആ സാധു ഇത്രയും ദിവസം ഇവിടെ കാവലിരിക്കുകയായിരുന്നു. അഭിയേട്ടനെ രക്ഷിച്ചത് അശോകന. അഭിയേട്ട, ഞാൻ പറയുന്നത് വല്ലതും അഭിയേട്ടൻ കേൾക്കുന്നുണ്ടോ? അഭിയേട്ട, മതി മതി. ഒന്ന് കാണാൻ ഡോക്ടർ അനുവദിച്ചപ്പോ കഥാപ്രസംഗം തുടങ്ങിയോ? ബോധം വീണെന്നുള്ളത് സത്യം, പക്ഷെ അപകടനില പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. മതി സംസാരിച്ചത്. മാഡം വേഗം പുറത്തോട്ട് ഇറങ്ങിയെന്ന്. സിസ്റ്റർ, കണ്ടില്ലേ, ആളുടെ ബോധം വീണ്ടും പോയി. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. വേണുഗോപാൽ ഡോക്ടർ അങ്ങനെ പലതും പറയും. ഞങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ട് സിസിലി ഡോക്ടർ കണ്ടോണ്ട് വന്നാലേ കഥ മാറും. ഒന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. അഭിയേട്ട, മതി മതി, വാ വാ. ആകെ കുഴപ്പമായല്ലോ നാത്തൂനെ. എന്താ സംഭവിച്ചെന്ന് അറിയാത്തോണ്ട് ഒരു മനസമാധാനം കിട്ടുന്നില്ല. ആ കില്ലറാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാത്തൂനൊരു കാര്യം ചെയ്, ആ പവിത്രൻ എസ് ഐ എന്ന് വിളിക്ക്. എന്തിനു? കാശ് കൊടുക്കാനോ? കാശ് കൊടുത്താൽ എന്താ, കാര്യം ക്ലിയർ ആവല്ലോ. അഭി ചത്തോ, സപ്തതി ചത്തോ, കില്ലർ ജെയിംസിന് എന്ത് സംഭവിച്ചു, ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി വേണ്ടേ? ഈ മനസമാധാനക്കേട് അനുഭവിച്ച് നീറി ചാവുന്നതിലും ഭേദം പവിത്രൻ എസ് ഐക്ക് കാശ് കൊടുക്കുന്നതാ. എന്റെ പ്രശ്നം ഇപ്പൊ അതൊന്നുമല്ല. അശോകന, അവന് ജാമ്യം കിട്ടിയെന്നല്ലേ എസ് ഐ പറഞ്ഞത്? അതെ, ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ അവനെ എസ് ഐയെ ചെന്ന് കണ്ട് ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് അടുത്ത വരവ് നേരെ ഇങ്ങോട്ടാ. പിന്നെ ഈ നേരമായിട്ടും അവനെന്താ വരാത്തത്? ഓ, അവനെ കാണാത്ത സങ്കടാണോ? സങ്കടമല്ല, സംശയം. ഈ നേരത്തിനിടയിൽ അവനെ എന്തൊക്കെ കുരുക്കുകളാ ഒപ്പിക്കാൻ പോന്നെന്നുള്ള സംശയം. ഓ, ഞാൻ അത്രയ്ക്കങ്ങ് ആലോചിച്ചില്ല. ആലോചിക്കണം.
ശത്രു അശോകനാവുമ്പോ പ്രത്യേകിച്ചും. ഇത് അവനല്ലേ വരുന്നത്? ആ പിന്നിലിരിക്കുന്നത് ആരെ? അയ്യോ, ചത്തുപോയ സപ്തതി. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, കാളവണ്ടിയില്ലെങ്കിലും ഇന്ന് തന്നെ ബോംബയ്ക്ക് പോണം. എന്റെ ധാരാവി ഹനുമാൻ സ്വാമി, ഭർത്ത് വേണ്ട, ബാത്റൂമിന്റെ വാതിൽക്കലെങ്കിലും തലചേക്കാൻ ഒരു ഇരിപ്പിടം കിട്ടണേ. നിക്ക്. ഇതെന്താ, ഹോട്ടലോ അതോ സത്രോ? സത്രമല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിയൊരുങ്ങി ഇങ്ങനെ വാതിക്കൽ നിൽക്കുന്നത് കണ്ട മ്യൂസിയം ആണെന്ന് തോന്നും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇന്നലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണ ഇത്. ഈ നേരം വരെ ഇവളെവിടെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയണം. അതെ അതെ, പ്രത്യേകിച്ച് കറക്കം കഴിഞ്ഞ് നീ തിരിച്ചു കൊണ്ടുവരുമ്പോ. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ പറ്റി അനാവശ്യം പറഞ്ഞാണല്ലോ മുട്ടുകാലിട്ട് കയറ്റും ഞാൻ. സപ്തതി ഇന്നലെ രാത്രി എവിടെയായിരുന്നെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഇതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളാണെന്ന് തെളിയിക്കാൻ എനിക്കും അറിയാം. പിന്നെന്താ നീ തെളിയിക്കാത്തത്? അതെ അതെ, തെളിയിക്ക്. ചുണയുണ്ടെങ്കിൽ തെളിയിക്ക്. സപ്തതി, നീ ആ തേറിപ്പോ. എനിക്ക് നിങ്ങളെ ദ്രോഹിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മര്യാദയാണെങ്കിൽ അശോകൻ ആദ്യം മര്യാദയാ. എന്നും ഇങ്ങനെയൊക്കെ പോയാ മതിയോ ശർമ്മളെ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. മനസ്സിലായില്ല. ശർമ്മള കുഞ്ഞമ്മ വാ, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കുഞ്ഞമ്മ ഈ നേരം വരെ തന്തയ്ക്കും തണ്ടയ്ക്കും വിളിച്ചോണ്ടിരുന്നവനാ. ഇതിലെന്തോ ഗുലുമാലുണ്ട്. എന്താ കുഞ്ഞമ്മ വരുന്നില്ലേ? വരാം. എന്നാ വാ. ഹലോ, നിങ്ങളെങ്ങോട്ടായി തള്ളി കയറി? അല്ല, ഞാൻ ഇത് ഞാനും എന്റെ കുഞ്ഞമ്മയും തമ്മിലുള്ള ഡീലാ. ഞങ്ങള് മാത്രം മതി. കുഞ്ഞമ്മ വാ. നാത്തൂന്. അശോകൻ വാ. ഈശ്വര, ചതിച്ചോ? ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായ ചൈന പുറത്തു. ഇനി ഞാൻ എന്റെ ഉൽപ്പന്നങ്ങൾ എവിടെ കൊണ്ട് വിറ്റൊഴിക്കും? അപ്പൊ കാര്യായിട്ടുള്ള ചർച്ചയാണല്ലേ. ഇനി സ്വത്ത് വീതം വെക്കണ കാര്യം വല്ലതും ആണോ? ഇനി നാത്തൂനോട് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോ അശോകൻ അടവ് മാറ്റി ചവിട്ടുന്നതാണോ? അവിയെ ഒഴിവാക്കി രണ്ടുപേരും കൂടി 50-50. അതിന് സാധ്യതയില്ല. അബിയുടെ കൂടെ നിന്നാലും അവന് 50 കിട്ടുമല്ലോ. പക്ഷെ കൂടെ നിൽക്കാൻ അബി സമ്മതിക്കില്ലല്ലോ. അതാണല്ലോ പ്രശ്നം. ആലോചിച്ചാകെ കൺഫ്യൂഷൻ ആയാലും. എന്റെ ധാരാവി ഹനുമാൻ സ്വാമി, എന്നെ മാത്രം കാത്തോളണേ. ഇങ്ങനെ മുഖത്തോട് മുഖം മിണ്ടാതെ നിന്ന് മൂകാഭിനയം നടത്താനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടാ. ഹർഷൻ എവിടെ? ഹർഷനോ? എന്തേ ആ പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹർഷൻ, നിങ്ങളുടെ പുന്നാര മോൻ, ആ പൊട്ടൻ. അവൻ എവിടാന്നാ ഞാൻ ചോദിച്ചത്. അവനെന്തോ ബിസിനസ് ടൂർ പോയതാ. ഓ പിന്നെ ബിസിനസ് ടൂർ പോകാൻ പറ്റിയ ഒരു ചാളുക്ക്.
നിങ്ങൾ ആരോടാ ഇതൊക്കെ പറയുന്നത്? എനിക്കറിയാത്തതാണോ ആ വായി നോക്കിയേ? നേര് പറ തള്ളേ, നിങ്ങൾ എവിടെ അവനെ ഒളിപ്പിച്ചിരിക്കുന്നത്? ഡീല് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ വിളിച്ചത് ഇതിനാണോ? പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ നിങ്ങളുമായി സന്ധി സംഭാഷണം നടത്തി കരാർ ഒപ്പിട്ട് ധാരണയിലാവുമെന്നോ? അതിന് ഈ അശോകൻ 1 കോടി ജന്മം വേറെ ജനിക്കണം. ശത്രുവാ, എന്നും നിങ്ങൾ എന്റെ പരമശത്രുവാ. ഭൂമിയിൽ ആരോടൊക്കെ ക്ഷമിച്ചാലും ഞാൻ നിങ്ങളോട് മാത്രം ക്ഷമിക്കില്ല. എന്റെ ഈ കൈ കൊണ്ടാവും ഒരു ദിവസം നിങ്ങളുടെ അന്ത്യം. പക്ഷെ അതിനു മുമ്പ് എന്റെ ഏട്ടനെ എനിക്ക് സത്യങ്ങൾ അറിയിക്കണം. സ്വത്തിനു വേണ്ടി ഞങ്ങളുടെ അച്ഛനെയും അമ്മയും കൊന്നത് നിങ്ങളാണെന്ന്, ഞങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും ഇല്ലാതാക്കിയത് നിങ്ങളാണെന്ന്, എന്നെയും എന്റെ ഏട്ടനെയും ആജന്മ ശത്രുക്കളാക്കിയത് നിങ്ങളാണെന്ന്. അന്നെന്റെ ഏട്ടൻ നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ കൊല്ലണം. 1 മണിക്കൂർ, ഒരേ 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനുള്ളിൽ ഹർഷൻ ഇവിടെ മടങ്ങി എത്തിയിരിക്കണം. നിങ്ങളുടെ ഈ വൃത്തികെട്ട വയറ്റിന്ന് വന്ന ആ വിഷവിത്തിനോട് എനിക്ക് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. അവനെ കാണാതെ ആ പെണ്ണ് കിടന്ന് സങ്കടപ്പെടുന്നത് കണ്ടിട്ടാ. കഴകത്ത് കെട്ടവനാണെങ്കിലും അവളുടെ കഴുത്ത് താലി കെട്ടിയവനല്ലേ അവൻ. അവൾക്ക് സങ്കടം കാണാതിരിക്കുവോ? 1 മണിക്കൂർ, ഒരേ 1 മണിക്കൂർ. ഓർമ്മയുണ്ടല്ലോ? ആഹാ, പൊളിഞ്ഞേക്കും അല്ലേ? ഞാനിങ്ങനെ ചുമ്മാ ഇതേ വഴി ഉലാത്തുമായിരുന്നു. അധികം ഒലാത്തല്ലേ? നാത്തൂന് എന്താ പറ? എന്തായിരുന്നു ഞാനറിയാതെ നിങ്ങൾ തമ്മിലൊരു ചർച്ച? അറിയണോന്ന് നിർബന്ധ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു കച്ചവടം വേണ്ട. പറ, വേഗം പറ. രഹസ്യോ ചെവിയുണ്ടോ? പറ പറ പറ, വേഗം പറ. മതിയോ? അയ്യോ മതിയേ, തൃപ്തിയായി. ഇതിലും നല്ല തെറി ബോംബെ പോലും കിട്ടത്തില്ല. അഭിമന്യു വേറെ കുട്ടി അഡ്മിറ്റ് ചെയ്തേക്കുന്നത് അവിടെ ഐശ്വര്യ. മോളെ, അമ്മ കരയില്ല മോളെ, ഒന്നുമില്ല. അമ്മ വന്നില്ലേ? മോള് പറഞ്ഞ പോലെ തിരുവില്ലാമലയും പുനർജനിയൊക്കെ കയറിയിറങ്ങി. അഭിമന്യു ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ചെയ്യാവുന്ന പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തി. പ്രസാദം മോള് തന്നെ അവന് തൊട്ടുകൊടുക്ക. വേണ്ട, അമ്മ തന്നെ തൊട്ടുകൊടുത്താ മതി. അതാ പുണ്യം.
ഞാൻ പോയി അവരുടെ അനുവാദം ഒന്ന് മേടിച്ചോട്ടെ. മോളെ, അബിക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ബോധം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഈശ്വര കാത്തോളേ. ഞാൻ എത്ര പറഞ്ഞാലും കുട്ടിക്ക് എന്താ മനസ്സിലാവാത്തത്? ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും സംഭവിക്കില്ല ഡോക്ടർ. എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് തീർത്ഥാടനം നടത്തി വന്നത്. അതുകൊണ്ട് ഡോക്ടറല്ലേ അന്ന് എന്നോട് പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുമെന്ന്. എന്റെ അഭിയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരിട്ട് പോകാൻ കഴിയാത്തോണ്ടാ ഞാൻ എന്റെ അമ്മയെ പറഞ്ഞയച്ചത്. എനിക്ക് വിശ്വാസമാണ് ഡോക്ടർ. ഒരിത്തിരി ദയ കാട്ടണം. ശരി, അനുവദിക്കാൻ പാടില്ലാത്തതാ. പ്രത്യേകിച്ച് പ്രസാദവും മറ്റും തൊടുന്ന കാര്യത്തില്. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ എല്ലാം കെമിക്കലാ. എന്നാലും കുട്ടിയുടെ വിശ്വാസമല്ലേ, നടക്കട്ടെ. അമ്മയോട് പറയണം പ്രസാദം തൊടിയിച്ചിട്ട് വേഗം പുറത്തിറങ്ങാൻ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. എന്തായി മോളെ, ഡോക്ടർ സമ്മതിച്ചോ? അമ്മ പോയി കണ്ട് പ്രസാദം തൊടിച്ച് വേഗം പോന്നോളൂ. ഞാനോ? വേണ്ട മോളെ, മോള് തന്നെ തൊടിയിച്ചാ മതി. അതല്ല അമ്മ, അമ്മ ചെയ്യുന്നത് അതിന്റെ ശരി. അമ്മയല്ലേ ഇക്കണ്ട ദൂരത്ര യാത്ര ചെയ്ത് അഭയേട്ടന് വേണ്ടി പുനർജന്യ നൂർന്ന് വഴിപാട് കഴിച്ചു വന്നത്. അമ്മ പ്രസാദം തൊടിയിക്കുന്നത് അതിന്റെ ഫലം. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വിശ്വാസം എന്റെ അമ്മയാ. മോളെ ചെല്ല്, അവര് മനസ്സ് മാറുന്നതിന് മുൻപ് അമ്മ ചെന്ന് അഭിയേട്ടൻ കണ്ടിട്ട് വാ. ദേവി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതൊന്നും വെറുതെ ആവരുതേ. എന്റെ അഭിമോന് വേണ്ടി ഞാൻ നൊണ്ടത് വെറുമൊരു പുനർജനി ഗുഹയല്ല, എന്റെ ജീവിതമാ.
ഇത്രയും കാലം ഞാൻ സംഭരിച്ച എന്റെ പുണ്യങ്ങളാ. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച സമ്പാദ്യങ്ങളാ. എന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിൽ കൂടി എന്റെ മകളുടെ ജീവൻ നീ കാത്തോണേ. അമ്മേ, ദേവി, കരുണാമയി, നീ അല്ലാതെ വേറൊരാശ്രയം എനിക്കില്ല. തിരിച്ചു തരണേ എന്റെ അഭിമോനെ.